Good afternoon. Good afternoon, ma'am. Good afternoon. Very rude. 9 join exam either 10 to. Okay, so we can start. Prayer cheyanundo. Yes, ma'am, I will do. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു ഓൾ. Okay, so we can start. ഒന്നും പറയാനില്ലല്ലോ. ഇന്ന് സെമിനാർ എടുക്കാൻ ആരെങ്കിലും റെഡി ആണോ? Anyone? Yes, Ashmi. No. Types of supervision, fourth point, creative supervision. Okay, ഇപ്പൊ തന്നെ എടുക്കല്ലേ, ആദ്യം തന്നെ ചെയ്യല്ലേ? പറയുന്ന പോലെ ഇങ്ങനെയും കുഴപ്പമില്ല. ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് ടോപ്പിക്സിലേക്ക് കിടക്കാം. Okay. Good afternoon, Disha ma'am, and all my dear friends. I'm Ashmi Jason. I'm here to take a seminar on topic creative supervision. Without wasting time, let's move into the topic. മാം കാണുന്നുണ്ടോ? യെസ്, കാണാം. അപ്പൊ നമ്മൾ എന്താണ് എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ നമ്മൾ കണ്ടു ഓൾറെഡി. എന്താണ് എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട്? നമുക്കറിയാം, ഒരു പ്രൊഫഷണലി സീനിയർ ആയ മെമ്പർ ഒരു ജൂനിയർ മെമ്പറിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, അതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ കൊണ്ട് പറയുന്നത്. ആ ഒരു ടീച്ചറിന് മെയിൻ ആയിട്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുക, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ കണ്ടു. അതിൽ ഫോർത്ത് പോയിന്റ് ആണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ വരും മനസ്സിലേക്ക്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ക്രിയേറ്റിവിറ്റി നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ്. ക്രിയേറ്റീവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാന്നല്ലേ? അതെ, ഡിഫറെന്റ് ആയിട്ട്. അതെ, എന്തെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോതായ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരിക, അതിനെയാണ് നമ്മൾ ക്രിയേറ്റീവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സെയിം തന്നെയാണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഓരോ ടീച്ചേഴ്സിനും അവർക്ക് അവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റി, അവരുടേതായ ഐഡിയാസ്, കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ആണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷൻ. Creative supervision encourages the teachers to feel free to think for themselves in matters pertaining to subjectives, curriculum, organization, and content, methods of teaching and assessment. The teachers develop their own techniques and they are encouraged to exchange views with the supervisor and co-workers. This provides opportunity for the teachers to grow through the exercise of their talents and competence under expert and professional guidance and consolation. അതായത് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഓരോ ടീച്ചേഴ്സും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനും അവർക്ക് അവരുടേതായ ഐഡിയാസ് ഉണ്ടാവും, അവർക്ക് അവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റി, പുതുമ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
നമുക്ക് എല്ലാവർക്കും റെക്കോർഡ്സ് തന്നിട്ടുണ്ടായിരുന്നു. 5 റെക്കോർഡ്സ്. അതിൽ 4 റെക്കോർഡ്സ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സെയിം ടോപ്പിക് ആണ്, സെയിം കൺസെപ്റ്റ് ആണ്, സെയിം ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ആയിരിക്കില്ല വേറൊരാൾ ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് റെക്കോർഡ് ഇപ്പൊ എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു 5 പേരുടെ എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ എന്റെ റെക്കോർഡിന്റെ ഫസ്റ്റത്തെ ഇതായിരിക്കില്ല ഇപ്പൊ അങ്കിത ചെയ്തിട്ടുണ്ടാവാം. അങ്കിതയുടേതായ ഒരു ക്രിയേറ്റിവിറ്റി, ഇപ്പൊ ഞാൻ പിക്ചർ ഒട്ടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്കിതയുടേതായ രീതിയിൽ പടം വരച്ചിട്ടൊക്കെ ആയിരിക്കും അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാ ഇൻഡിവിജ്വൽസിനും അവർക്ക് അവരുടേതായ ഐഡിയാസ് ഉണ്ട്, അവർക്ക് അവരുടേതായ ഓരോ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ക്രിയേറ്റീവ് സൂപ്പർവിഷനിൽ ഓരോ ടീച്ചേഴ്സിനും അവർക്ക് ഫ്രീ ആയിട്ട് അവരുടേതായ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് അവർക്ക് അവരുടേതായ കൺസെപ്റ്റും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാനും ഓരോ പുതിയ ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ ടീച്ചേഴ്സിന്റെ കുറെ വീഡിയോസ് ഒക്കെ കാണും. കുറെ പോപ്പുലർ ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ വീഡിയോ ഉണ്ട്. അതിലൊരു സ്നേഹ, പ്രവീൺ, അതുപോലെ കാവ്യ എന്നൊക്കെ പിന്നെ മുട്ടമാഷ്, അങ്ങനെയൊക്കെ കുറെ ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഒരു മലയാളം പഠിപ്പിക്കുന്ന ഒരു ഷെഫിക് മാഷ്, ആൾക്ക് എന്തൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആളൊക്കെ പഠിപ്പിക്കുന്നത് ഇപ്പൊ ആ മാഷ് പഠിപ്പിക്കുന്ന മലയാളം അക്ഷരങ്ങൾ, ചിഹ്നക്ഷരങ്ങളും കാര്യങ്ങളും അതുപോലെ ഓരോ രീതിയിലാണ് ആള് പഠിപ്പിക്കുന്നത്. അപ്പൊ ആളുടേതായ രീതിയിൽ കാർഡ്ബോർഡിലൊക്കെ വെട്ടി കൊണ്ടുവരും. അങ്ങനെ പിള്ളേരിലേക്ക് ഈസി ആയിട്ട് അവരുടെ മനസ്സിൽ പതിയാന്ന് പറയില്ലേ, നമ്മള് അവരിൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവരത് കാണുമ്പോൾ അവർ ഈസി ആയിട്ട് അവർ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഓരോ മെത്തേഡ്സ് ഉണ്ടാവും. അപ്പൊ ഓരോ ടീച്ചേഴ്സിനും അവർക്ക് അവരുടേതായ ഒരു കൺസെപ്റ്റ് തന്നെ പല രീതിയിലും പല ടീച്ചേഴ്സിനും അവതരിപ്പിക്കാം. അപ്പൊ ഓരോ ടീച്ചേഴ്സും ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ക്രിയേറ്റീവ് ആയിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് സ്റ്റുഡൻസിന്റെ മനസ്സിലേക്ക് കയറാം എന്നൊക്കെ അവർക്ക് അവരുടേതായ ഐഡിയാസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു സൂപ്പർവൈസറോട് പറയുമ്പോൾ ആ സൂപ്പർവൈസർ അത് കേൾക്കാനും അതുപോലെ തന്നെ അത് സപ്പോർട്ട് ചെയ്യാനും അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ ഐഡിയാസ് തുറന്നു പറയാനൊക്കെ ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതുപോലെ തന്നെ ആ ടീച്ചേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ്. അവർക്ക് അവരുടേതായ കഴിവുകൾ, ഇപ്പൊ ഓരോ ടീച്ചേഴ്സിനും ഓരോ കഴിവുകളും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മോണ്ടിസോറിൽ തന്നെ കോൺവെക്കേഷനിൽ എല്ലാ ടീച്ചേഴ്സിനും ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എല്ലാ ടീച്ചേഴ്സിനും അവർക്ക് അവരുടേതായ ടാലൻസ്, ചിലപ്പോൾ ഡാൻസ് കളിക്കാനായിരിക്കാം, പാട്ട് പാടാനായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ എല്ലാ ടീച്ചേഴ്സും ആ ഒരു പ്ലാറ്റ്ഫോം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിനും അവർക്ക് പേഴ്സണലി വളരാനും അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ ടാലൻസ് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അവർ ആ ടീച്ചേഴ്സിനെ ആ പ്ലാറ്റ്ഫോമിൽ ആ ഒരു എൻവയോൺമെന്റിൽ ആ ക്രിയേറ്റീവ് സൂപ്പർവിഷൻ ടീച്ചേഴ്സ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാനും പുതിയ മെത്തേഡ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാനായിട്ട്. അടുത്താണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. ക്രിയേറ്റീവ് സൂപ്പർവിഷൻ ഇൻ എഡ്യൂക്കേഷൻ ഈസ് എ കൊളാബറേറ്റീവ് ഡെമോക്രാറ്റിക് approach that encourage teachers growth and innovation by providing a supportive environment to experiment, problem solve and develop new teaching methods. It focuses on ഒരു മിനിറ്റ് എടോ, ഇയാള് ഫോൺ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യോ, ഒരു കറക്റ്റ് കിട്ടുന്ന. ഇതിങ്ങനെ ഷേക്ക് ആയിട്ട് നമുക്കൊന്നും കാണുന്നുമില്ല. ബുദ്ധിമുട്ടാണ്, സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ കാണുന്നുണ്ടോ? പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? അവള് ഈന ഫുൾ സ്ക്രീൻ ആക്കിയാൽ മതി. അവള് ഈന എന്താ പോസ് കൊടുക്കുമ്പോ കയ്യില് ഫുൾ സ്ക്രീൻ എന്ന് വരും, അത് ഫുൾ സ്ക്രീൻ ആയിട്ട് കാണും. ഫുൾ സ്ക്രീൻ ഫയൽ അതൊന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുമോ? നമുക്ക് ഷെയർ ചെയ്യാലോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഫോണിൽ തന്നെ അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? നമ്മള് PDF ഷെയർ ചെയ്യില്ലേ അതുപോലെ? ഇത് ഞാൻ ലാപ്പിലാണ് മാം ചെയ്തത്. ലാപ്പിൽ നിന്ന് ഞാൻ മൊബൈലിലേക്ക് ആക്ടിവേറ്റ് ചെയ്യാം. മെയിൽ ചെയ്യാമോ? എന്താ? നിന്റെ സ്ക്രീൻ ഷെയർ ചെയ്തോ? മൊബൈൽ സ്ക്രീൻ ഷെയർ ചെയ്തോ? അതിൽ സ്ക്രീൻ ഷെയർ ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്തോ? ഒരു മിനിറ്റ് കേട്ടോ, സ്ക്രീൻ ഷെയർ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ആ ഫയൽ ഒന്ന് എനിക്ക് മെയിൽ ചെയ്യുവാണെങ്കിൽ, മെയിലോ വാട്സപ്പോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യും. ആണോ? ഒരു മിനിറ്റ് മാം. ടെൻഷൻ ആവണ്ട, റിലാക്സ്. ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല? കാണാൻ പറ്റും അശ്മി, അത് നമുക്കൊരു ക്ലിയർ ആയിട്ട് കാണുന്നില്ല, ലൈക്ക് ഒരു PDF അല്ലാത്തത് കൊണ്ട് അതാണ് പറയുന്നത്. കാരണം അതിങ്ങനെ മൂവ്
സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നില്ലല്ലോ. നിൽക്കുന്നില്ല. മൊബൈലിൽ PDF വേണമെന്നില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ മുഖം കണ്ടാലും മതി, ഞങ്ങൾ ഹാപ്പിയാണ്. യെസ് ദാറ്റ്സ് ഇറ്റ്. അതായിരുന്നു നല്ലത്. ആഷ്മി എല്ലാം പ്ലീസിംഗ് ആയിട്ട് വന്ന് നിന്ന് എടുക്കുമായിരുന്നു. അങ്ങനെയായാലും മതി ആഷ്മി. ഞങ്ങൾക്ക് അല്ലെങ്കിൽ അവളെ ഈ സ്ക്രീനിന് ഫുൾ സ്ക്രീൻ ആക്കിയാലും മതി മാം. ഞാനിപ്പോ അവളത് സ്ക്രീൻ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് വെച്ചിട്ടില്ലത്. ഞാൻ ഫുൾ സ്ക്രീൻ ആക്കിയേക്കണേ ഇപ്പൊ. അവള് 3 പോയിന്റ് കാണുന്നില്ലേ അവള് ഈ PDF-ല്? ആ 3 പോയിന്റില് അല്ല, അതിനെ ടാഗ് ചെയ്തപ്പോ ഇത് വരും, ഫുൾ സ്ക്രീൻ ഓപ്ഷൻ വരും. ഫുൾ സ്ക്രീൻ ആണ് ഞാൻ ചെയ്തേക്കുന്നത് ഇപ്പൊ. എന്റെ സ്ക്രീൻ ഫുൾ സ്ക്രീൻ ആണ് ചെയ്തേക്കുന്നത്. ഇയാള് ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ലാപ്പ് വെച്ചിട്ടല്ലേ? അതെ അതെ, ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഫോൺ ഒന്ന് വെച്ച് തന്നാ മതി. ഇതിങ്ങനെ ഷേക്ക് ആയിട്ട് കാണുന്നില്ല, ബ്രറായിട്ട് നിക്കുന്നേ, അതാ പറയുന്നേ. ഇപ്പൊ നോക്കിയാണോ? ഇതില് സ്ക്രീൻ ഷെയർ അതിനുള്ള ഓപ്ഷൻ എവിടെയാണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരുമോ? മൊബൈലില് 3 ഡോട്ട്സ് കാണുന്നുണ്ടോ? നമ്മുടെ എന്റെ കോൾ ബട്ടന്റെ ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോ അതിലൊരു ആരോ മാർക്ക് ഉണ്ടാവും സ്ക്വയറിൽ. ഓക്കെ ഓക്കെ, അതിലാണ് സ്ക്രീൻ ഷെയർ. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണാം. അതിനി ഗാലറിയിലോ എന്തെങ്കിലും PDF ഒന്ന് ഷെയർ ചെയ്തോളൂ. ആഷ്മി മൊബൈലിലേക്ക് ആ ഫയൽ എടുത്തിട്ടില്ല എന്നാ പറഞ്ഞത്. മൊബൈലിൽ ഞാൻ ചെയ്തിട്ടില്ലടാ, അതാണ് പ്രശ്നം. ആഷ്മി ഇപ്പൊ ബാക്ക് ക്യാമറ ആക്കിക്കോ. മൊബൈലിൽ ഞാൻ ചെയ്തു, ഞാൻ ലാപ്പിൽ തന്നെ ചെയ്തു. ലാപ്പിൽ നിന്ന് മൊബൈലിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടായില്ല, അതാണ്. ലാപ്പ് കാണിക്കണമെന്നില്ല, ഫേസ് കാണിച്ചാലും മതി. യെസ്, അതെ, ഞങ്ങൾക്ക് അശ്മിയുടെ മുഖം കാണാനാണ് ഇഷ്ടം. ആണോ? എനിക്ക് പക്ഷെ ഇത് വായിക്കണല്ലോ, അതാണ് ഞാൻ സ്ക്രീൻ ഓപ്പൺ ആക്കിയത്. ഞാൻ അതുകൊണ്ടാണ് ആഷ്മിയെ പിൻ ചെയ്യാൻ ഓഫീസിൽ പറഞ്ഞു. ഞാൻ എന്റെ വീഡിയോ ഓഫ് ചെയ്തത്. അപ്പോഴേക്കും ലാപ്ടോപ്പിൽ സ്ക്രീൻ കാണിച്ചോളൂ. സ്ലൈഡ് കാണിക്കാന്ന് വെച്ചിട്ടാ മാം. കുഴപ്പമുണ്ടോ? ഇല്ല, ആഷ്മി പറഞ്ഞാൽ മതി. ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. സ്ക്രീനിലുള്ളത് ഞങ്ങൾക്ക് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ? കുറച്ച് കാണാം. ഓക്കെ മാം, എനിക്ക് ഭയങ്കര ടെക്നിക്കൽ ആയിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ മൊബൈലിലേക്ക് ചെയ്തിട്ടുണ്ടായില്ല. സോറി മാം. നോ പ്രോബ്ലം. ഫയല് മെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ല മെയിലോ വാട്സപ്പ് ചെയ്യാൻ, എനിക്ക് മെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മെയിൽ ചെയ്യാം. ഞാനത് ഷെയറിംഗ് ഷെയർ ചെയ്യാം. അപ്പൊ എന്റേന്ന് ഷെയറിംഗും വരും, ആഷ്മിയുടെ മുഖവും ഇവർക്ക് കാണാൻ പറ്റും. ആണോ? ഓക്കെ മാം. മാം ഒന്ന് മെയിൽ ID ഒന്ന് പറയോ? മെയിൽ ID ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ കാണാൻ പറ്റില്ലേ? ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ആഷ്മി നോക്കിക്കോ. ഓക്കെ മാം. സോറി മാം, ടൈം ലാഗ് ചെയ്തത്. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഹലോ, മ്യൂട്ട് ആയതിനെ അറിഞ്ഞില്ല. ആഷ്മി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ പ്ലാറ്റ്ഫോമാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ക്ലാസ് എടുക്കാം. ടൈം സോറി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ അൺമ്യൂട്ട് ചെയ്തത്. ആരെ ഡൗട്ട് ചോദിക്കാൻ? സർവേ എടുത്തവർക്ക് പിന്നെ സർവേ എടുക്കാൻ പറ്റുമോ? അതിനെന്താ, തീർച്ചയായിട്ടും എടുക്കാം. ഇതൊരു നെവർ എൻഡിങ് പ്രോസസ് അല്ല സർവേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഏതൊരു ടൈമിലും ആവശ്യമുള്ളതാണ്. അയച്ചുണ്ടോ? അയക്കണം മാം. ഓക്കെ. മാം അയച്ചിട്ടുണ്ട്, കിട്ടിയോന്ന് നോക്കൂ. നോക്കാം.
വന്നിട്ടില്ലല്ലോ. ആ യെസ്, കിട്ടി കേട്ടോ. ഓക്കെ മാം. ഷെയർ ചെയ്യാമേ. ഓക്കെ മാം. ഓക്കെ അശ്മി, വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അശ്മിക്ക് സെമിനാർ എടുക്കാം. ഓക്കെ, ഞാനിവിടെ സ്ക്രോൾ ചെയ്തോളാം. ഇതല്ലേ, ഈ പേജ് ആയിരുന്നില്ലേ? കാണാമോ? ഈ പേജ് ആയിരുന്നില്ലേ അശ്മി? യെസ് മാം, യെസ് മാം. ഓക്കെ. ഓക്കെ മാം, കാണുന്നുണ്ടല്ലോ. യെസ്, കാണാം. പ്ലീസ് കണ്ടിന്യൂ. ഓക്കെ മാം. അപ്പൊ ക്രിയേറ്റീവ് സൂപ്പർവിഷൻ വായിക്കാം. ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എഡ്യൂക്കേഷൻ is a collaborative, democratic approach that encourages teachers' growth and innovation by providing a supportive environment to experiment, problem solve, and develop new teaching methods. It focuses on realizing teachers' potentials and fostering their initiative rather than imposing set procedures. Creative supervision is distinct from traditional supervision because it sees the supervisor and teacher as co-learners and involves the teachers in the process of setting criteria and evaluates their own efforts. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ ഒരു സഹകരണ മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ജനാധിപത്യം കൂടി, അതായത് ഓരോ ടീച്ചേഴ്സിനും അവർക്ക് അവരുടേതായ ഐഡിയാസ് ഉണ്ട്, അവർക്ക് അവരുടേതായ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പുതിയ ഒരു ടീച്ചിങ് മെത്തേഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്ക് നമുക്ക് സെയിം ആയിട്ട് തന്നതെങ്കിലും 10 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 10 ടീച്ചേഴ്സിനും 10 ടീച്ചേഴ്സിൻ്റെതായ കൺസെപ്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ ഒരു പുതിയ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു പാർട്സ് ഓഫ് പ്ലാന്റ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ ജസ്റ്റ് പാർട്സ് ഓഫ് പ്ലാന്റ് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവാണ്. പക്ഷെ ഇപ്പൊ അങ്കീത വന്നിട്ട് പാർട്സ് ഓഫ് പ്ലാന്റിന്റെ ഒരു പ്ലാന്റ് ശരിക്കും കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ ശരിക്കും കാർഡ്ബോർഡിലൊക്കെ വരച്ച് അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിലൊക്കെ വരച്ച് ഇന്നതാണ് പാർട്സ്, സ്റ്റെം, ലീവ്സ്, റൂട്ട്, ഫ്ലവർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ പിള്ളേർക്ക് ഒന്നും കൂടി വിഷ്വലൈസ് ആവാണ്, അതുപോലെ തന്നെ ഒന്നും കൂടി അവർക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റാണ്. അപ്പൊ അങ്ങനത്തെ മെത്തേഡ്സും കാര്യങ്ങളും ഓരോ ടീച്ചേഴ്സിനും ഓരോ കൺസെപ്റ്റ് അവരുടേതായ രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനത്തെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട്, അതുപോലെ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ പൊട്ടൻഷ്യല് തിരിച്ചറിയാൻ, ഓരോ ടീച്ചേഴ്സിനും അവർക്ക് അവരുടേതായ പൊട്ടൻഷ്യൽ ഉണ്ടാവും, അത് അവർക്ക് തിരിച്ചറിയാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ആണ്. ഇപ്പൊ ചില സ്കൂളിൽ അവർക്ക് ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇന്ന രീതിയിൽ പഠിപ്പിക്കണം, ഇന്ന ടോപ്പിക് ഇന്ന രീതിയിൽ പഠിപ്പിക്കണം, ഇന്ന രീതിയിൽ പോയാൽ മതി എന്നൊക്കെ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. പക്ഷെ അപ്പൊ ആ ടീച്ചേഴ്സ് ആ സ്റ്റാൻഡേർഡ്സ് പ്രകാരം മാത്രമായിരിക്കണം പഠിപ്പിക്കാനായിട്ട്. അവർക്ക് അവരുടേതായ ഐഡിയാസോ അവർക്ക് അവരുടേതായ മെത്തേഡ്സോ കാര്യങ്ങളൊന്നും അവിടെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ക്രിയേറ്റീവ് സൂപ്പർവിഷനിൽ ഒരു ടീച്ചർക്ക് അവരുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ സൂപ്പർവൈസറിന് പറയാം, അത് സൂപ്പർവൈസർ സപ്പോർട്ട് ചെയ്യാം, അതുപോലെ കോവർക്കേഴ്സിനോട് പറയാം. അപ്പോൾ ഒരു സെറ്റിംഗ് പ്രൊസീജിയേഴ്സിനേക്കാളും കൂടുതൽ അവിടെ ടീച്ചേഴ്സിന് ഒരു ഇനിഷ്യേറ്റീവ് വരാണ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ട്രഡീഷണൽ സൂപ്പർവിഷനെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് ആണ്. ട്രഡീഷണൽ പറഞ്ഞാൽ ആ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം പോവുക, അതാണ് ട്രഡീഷണൽ സൂപ്പർവിഷൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്രിയേറ്റീവ് സൂപ്പർവിഷൻ മെയിൻ ആയിട്ട് ഓരോ ടീച്ചേഴ്സിനും അവർക്ക് അവരുടേതായ രീതിയിൽ പൊട്ടൻഷ്യൽ കൊണ്ടുവരാനായിട്ട്, അവർക്ക് അവരുടേതായ ഐഡിയാസ് ഒക്കെ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത പേജ് എടുത്തോ മാം. അടുത്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ടീച്ചേഴ്സ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എംപവേഴ്സ് teachers to take initiative, experiment with new ideas and contribute to determine the goals and methods of instructions.
നേരത്തെ പറഞ്ഞ സെയിം പോലെ തന്നെയാണ്. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ? നമ്മൾ ഓരോ ടീച്ചേഴ്സിനും അവർക്ക് അവരുടേതായ ഇനിഷ്യേറ്റീവും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പുതിയ ഐഡിയാസ് ഉണ്ടാവും, പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെയാണ്. അതിനൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് സൂപ്പർവിഷൻ ആണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതാണ് കൊളാബറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് എ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് വേർ ദ സൂപ്പർവൈസർ ആൻഡ് ടീച്ചർ വർക്ക് ടുഗെദർ ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് ഇംപ്രൂവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്സ്. ഇത് മെയിൻ ആയിട്ട് പറയണ പോലെ തന്നെ നേരത്തെ ഒരു സൂപ്പർവൈസർ ആ സൂപ്പർവൈസറിന്റെ രീതിയിലായിരിക്കും വേറെ മെത്തേഡ്സിൽ. പക്ഷെ ക്രിയേറ്റീവ് സൂപ്പർവിഷനിൽ മെയിൻ ആയിട്ട് ഓരോ സൂപ്പർവൈസറും ടീച്ചേഴ്സായിട്ട് ഒരു റിലേഷൻഷിപ്പ്, ലോങ് ടേം റിലേഷൻഷിപ്പിൽ മെയിൻ ആയിട്ട് അവർക്ക് അവരുടേതായ ഐഡിയാസ് ആ സൂപ്പർവൈസറിനോട് ഒരു പേടി കൂടാതെ, ഒരു ജഡ്ജ്മെന്റ് കൂടാതെ ഒക്കെ പറയാനായിട്ടും അതുപോലെ തന്നെ അവർ ഒരുമിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുക, അതിനൊക്കെ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ആണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു കൊളാബറേറ്റീവ്, ഒരു സഹകരണ മനോഭാവത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ആണ്. അടുത്തതാണ് സപ്പോർട്ടീവ് ആൻഡ് പെർമിസീവ്. ഇറ്റ് ക്രിയേറ്റ്സ് ടെൻഷൻ ഫ്രീ പെർമിസീവ് അറ്റ്മോസ്ഫിയർ where teachers feel safe to take risk and try to new approach without fear or judgment. അതായത് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും. ടീച്ചേഴ്സിന് ഒരു ജഡ്ജ്മെന്റ് കൂടാതെ, ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളിപ്പോ അതെന്ത് ജഡ്ജ് ചെയ്യും, നമ്മളെ ഒരു കാര്യം നമുക്ക് പറയുമ്പോൾ പേടി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂം തന്നെ ഇപ്പൊ ഓരോ ടീച്ചേഴ്സും, ജിഷ മാം ആയാലും അശ്വതി മാം ആയാലും ആരായാലും, ഇപ്പൊ നമുക്കൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നമ്മുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറയും. നമുക്കൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ടീച്ചേഴ്സ് നമ്മളിപ്പോ കളിയാക്കണം അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്കത് പറയാനായിട്ട് ഒരു പേടി വരും, അല്ലെ? അല്ലെങ്കിൽ നമ്മളൊന്ന് മടിക്കും, പറയാനായിട്ടൊക്കെ ഒന്ന് മടിക്കും. പക്ഷെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവ് ആണ്. നമ്മളിപ്പോ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാം, അതിനുള്ള പ്ലാറ്റ്ഫോം ആണെന്നാണ് എപ്പോഴും ജിഷ മാം ഒക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ജഡ്ജ്മെന്റ് ഇല്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഓരോ ടീച്ചേഴ്സിനും അവരെ ജഡ്ജ് ചെയ്യാണ്ട് എന്താ പറയുക, ഫ്രീ ആയിട്ട് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ കിട്ടുന്ന പ്ലാറ്റ്ഫോം പോലെയാണ് ഈ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതൊരു ടെൻഷൻ ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ റിസ്ക് എടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ, ഒരു ജഡ്ജ്മെന്റോട് കൂടി അല്ലാതെ അവർക്ക് അവരുടേതായ ഐഡിയാസ് ഒക്കെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സൂപ്പർവിഷൻ സപ്പോർട്ടീവ് ആൻഡ് പെർമിസീവ് എന്ന് പറയാം. അടുത്തതാണ് ഫോക്കസ് ഓൺ ഗ്രോത്ത്. The primary goal is to stimulate steady growth and self-direction, which helps teachers become more confident and capable professionals. അതായത് മെയിൻ ആയിട്ട് പറയുന്നത് ഇപ്പോൾ ടീച്ചേഴ്സിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടേതായ ടാലൻസും കാര്യങ്ങളൊക്കെ, അവരുടെ പൊട്ടൻഷ്യൽ അവർ തന്നെ തിരിച്ചറിയും. അതാണ് ഇതിൽ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഓരോ ടീച്ചേഴ്സിനും അവരുടെ ഉള്ളിൽ ഒതുങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമ്മളായാലും ഇപ്പൊ റെക്കോർഡൊക്കെ തന്നപ്പോ നമുക്ക് തന്നെ അറിയില്ല, നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മള് സ്വന്തമായിട്ട് പാട്ടൊക്കെ എഴുതാൻ പറയുമ്പോൾ, ഞാനിപ്പോ എന്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, ഞാൻ ഓരോന്നും എഴുതിയിട്ട് ABCD സോങ് ഒക്കെ എഴുതിയിട്ട് ഹസ്ബൻഡിന് കൊടുക്കുമ്പോൾ നിനക്ക് ഇത്ര ഇതൊക്കെ ഉണ്ടായിരുന്നോ, നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ, അതുപോലെ ഓരോ പടങ്ങളൊക്കെ വരച്ചു, ഇപ്പോൾ ഫേസ് മാസ്ക് ഒക്കെ ഉണ്ടാക്കി കാണിച്ചു, അനിമൽ മാസ്ക് ഒക്കെ ഉണ്ടാക്കി അപ്പൊ തന്നെ ഫോട്ടോ എടുത്തിട്ട് ആൾക്ക് അയച്ചു കൊടുക്കും. അപ്പൊ ആളപ്പൊ തന്നെ പറയും, എടി നീ ഒരു സംഭവം ആണല്ലോ, ഇങ്ങനെ തമാശക്കായാലും പറയും, വലിയതൊന്നുമല്ല, എന്നാലും നമ്മൾ പോലും നമ്മൾ അറിയാണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഓരോ ടീച്ചേഴ്സിനും അവർക്ക് അവരുടേതായ കഴിവ്, അവർക്ക് അവരുടേതായ പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ട്. അപ്പൊ അത് അവരുടെ വളർച്ചയെ തന്നെ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ആണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്താണ് ഡെമോക്രാറ്റിക്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡെമോക്രാറ്റിക് ഐഡിയാസ് ലൈക്ക് ഇൻഡിവിജ്വൽ dignity and consent, where authority is shared and our teachers are partners in the process of improving institutions. മെയിനായിട്ട് പറഞ്ഞ പോലെ തന്നെ ഒരു ജനാധിപത്യ രീതിയിൽ അവർക്ക് അവരുടേതായ ഐഡിയാസും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഒരു അതോറിറ്റി ലെവലല്ലാണ്ട് ഫ്രീ ആയിട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ആണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, മെറിറ്റ്സ് ഓഫ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. ക്രിയേറ്റീവ് സൂപ്പർവിഷൻ ഡെവലപ്പ് ക്രിയേറ്റീവ് ക്വാളിറ്റീസ് ഇൻ ടീച്ചേഴ്സ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ സെയിം പോയിന്റുകൾ തന്നെയാണ്. ഓരോ ടീച്ചേഴ്സിനും അവർക്ക് അവരുടേതായ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു ഇനിഷ്യേറ്റീവ്, ഒരു ഐഡിയാസ്, പുതിയ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു മെറിറ്റ് ആണ്, അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ദിസ് ഡെവലപ്പ് ഇൻ ടീച്ചേഴ്സ് ആൻഡ് പീപ്പിൾസ് ഒറിജിനൽ തിങ്കിങ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മള് ആ റെക്കോർഡൊക്കെ തന്നപ്പോ നമുക്ക് ഒരു കൺസെപ്റ്റ് തരുമ്പോ ഒരു ABCD സോങ് ആണെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണ് എന്താണ് കൊണ്ടുവരിക, എന്ത് ഐഡിയ ആണ് കൊണ്ടുവരിക.
എങ്ങനെയാണ് ഒരു പുതിയ കൺസെപ്റ്റ് അല്ലെങ്കിൽ വെറുതെ ഒന്ന് സോങ് എഴുതി പോവാണ്ട് എന്തെങ്കിലും അതിലൊരു ഇൻഫോർമേഷൻ നമുക്ക് കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കണം. ആ ഒരു കണ്ടന്റോട് കൂടിയാണ് ചിലപ്പോൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ നമ്മൾ തന്നെ അതിനെ കുറിച്ചൊന്ന് എന്താ പറയാ നമ്മളുടെ ഇമാജിനേഷനിൽ കൂടി പോവാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സൂപ്പർവിഷനിലും ടീച്ചേഴ്സിന് അവരുടേതായ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് അവരുടേതായ ഒരു ഒറിജിനൽ തിങ്കിങ് ഒക്കെ അവരെ സഹായിക്കുന്നു. അതുകൊണ്ട് സെക്കൻഡ് ഒരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വൺ, ദിസ് ഫ്രീ ടീച്ചേഴ്സ് ഫ്രം അൺനെസസറി ബോൺസ്, കോൺസിക്വന്റ്ലി ദേ വർക്ക് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. അതായത് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ടീച്ചേഴ്സിന് ഇപ്പൊ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ ആ സ്റ്റാൻഡേർഡ്സ് പ്രകാരം മാത്രമേ അവർക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു അവർ തമ്മിൽ അങ്ങോട്ട് മാനേജ്മെന്റും അവർ തമ്മിൽ ഒരു ബോണ്ട് പോലെ വരികയാണ്. പക്ഷെ ഈ ടൈപ്പ് ഓഫ് സൂപ്പർവിഷനിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം കൂടി ചിന്തിക്കാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ ഐഡിയാസ് കൊണ്ടുവരാനായിട്ട് സഹായിക്കാം. അപ്പൊ അതൊരു എഫക്റ്റീവ് ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കത് പറയാം. നെക്സ്റ്റ് കൺക്ലൂഷൻ, creative supervision is one of the best type. It comes to school with the idea that he is to help the school teachers and the headmaster in solving their problems. He sympathizes with them, listens to their problems, discuss solutions of problems and inspires them to work more. അതായത് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ബാക്കിയുള്ള സൂപ്പർവിഷനേക്കാൾ ഒരു ബെസ്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ ബാക്കിയുള്ളതിലേക്ക് ഓരോ സൂപ്പർവിഷൻ പറയുന്ന പോലെ തന്നെ ആയിരിക്കണം. പക്ഷെ ഇതെന്ന് പറയുന്നത് ടീച്ചേഴ്സിന് അവർക്ക് അവരുടേതായ ഒരു പ്ലാറ്റ്ഫോമാണ് ഓരോ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട്, ഐഡിയാസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ആണ് പറയുന്നത്. അതുപോലെ തന്നെ ആ സ്കൂളിനായാലും ടീച്ചേഴ്സിനായാലും ഹെഡ്മാസ്റ്ററിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യാണ്. പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ അവരുടേതായ പ്രോബ്ലംസ് കേൾക്കാനും സന്നദ്ധത കാണിക്കുന്നു. എല്ലാ പ്രോബ്ലംസും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനും എങ്ങനെയാണ് കൂടുതൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്നൊക്കെ സഹായിക്കുന്ന ഒരു സൂപ്പർവിഷനാണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്, ഓക്കെ. എന്തെങ്കിലും ഇതുവരെ എടുത്തത് മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോ ഡൗട്ട്സ്. ക്ലിയർ ആണോ ടോപ്പിക്? എന്തെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പോയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ, പ്ലീസ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. എന്താണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ? മലയാളത്തിൽ പറഞ്ഞാലും മതി, ഇംഗ്ലീഷിൽ പറയണമെന്നില്ല. എന്താണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് നമ്മളെ ക്രിയേറ്റിവിറ്റിനെ പുറത്ത് കൊണ്ടുവെക്കുന്നത് മീൻസ് നമുക്ക് വേണമായ പ്ലാറ്റ്ഫോം എന്ന് പറയാം. നമ്മളെ ടീച്ചിങ് ആ ടൈപ്പില് മീൻസ് നമ്മളെ ക്രിയേറ്റിവിറ്റി അതിന എന്ത് മലയാളത്തിലെ പ്രോബ്ലം ഇല്ലേടോ എനിക്ക്. ഇംഗ്ലീഷിൽ കുഴപ്പമില്ല. നോർമൽ ടീച്ചിങ്ങിനെക്കാളും കുറച്ച് എക്സ്ട്രാ ഓർഡിനറി, ഡു സംതിങ് എക്സ്ട്രാ ഫോർ ദ ചിൽഡ്രൻസ്. ഓക്കെ. സെക്കൻഡ്, സ്റ്റേറ്റ് എനി 2 characteristics ഓഫ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. ആ സെയിം പോയിന്റ് പറഞ്ഞാലും കുഴപ്പമില്ല. ആ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും പറ്റും? ഓരോ ടീച്ചേഴ്സിനും ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, അതനുസരിച്ചായിരിക്കും ഓരോ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, വേറെ ആർക്കെങ്കിലും? കൊളാബറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ക്യാരക്ടറിസ്റ്റിക്സ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? കൊളാബറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ. മെറിറ്റ്സ്, തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ? സെയിം പോയിന്റുകൾ തന്നെയാണ്, ഏകദേശം ടോപ്പിക് സെയിം തന്നെയാണ് വരുന്നത്. എന്തെങ്കിലും ഒരു മെറിറ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മീൻസ് നീ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് നമ്മളെ ക്രിയേറ്റിവിറ്റി പുറത്ത് കൊണ്ടുവന്നിട്ട് മീൻസ് കുഞ്ഞുങ്ങൾ നമ്മളതായത് അതല്ല ഉദ്ദേശിച്ചത്. മെറിറ്റ്സ് മീൻസ് അഡ്വാൻറ്റേജ്.
അതായത് കുഞ്ഞുങ്ങൾ നമ്മളെ ക്രിയേറ്റിവിറ്റി നമ്മ ഒരു എന്തെങ്കിലും എടുത്തിട്ട് കൊണ്ടിട്ട് കാണിച്ചിട്ട് കൊടുക്കുന്ന ആ ടൈപ്പില് ഓക്കെ പകുതി ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ, ഓക്കെ എങ്കിൽ മനസ്സിലായി. കൊളാബറേഷൻ ഇത് അങ്ങനെ തന്നെയല്ല, തമ്മില് സഹകരണം. സെയിം അങ്ങനെ തന്നെ ഉണ്ടായിട്ടു. അതെ. കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സഹകരണത്തോടു കൂടി ഇപ്പൊ സൂപ്പർവൈസറും ടീച്ചറും തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പോലെ പോണ. ഓക്കെ ഓക്കെ, അപ്പോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ മാം, താങ്ക് യു. സോറി ഫോർ ദ ഫസ്റ്റ് ടെക്നിക്കലായിട്ട് ഇതായിരുന്നു. സോറി മാം. ദിസ് ഈസ് അവർ പ്ലാറ്റ്ഫോം. നമ്മൾ എന്തായാലും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചല്ലോ പെട്ടെന്ന് തന്നെ. ഓക്കെ മാം, താങ്ക് യു. സ്റ്റോപ്പ് ചെയ്തോട്ടെ പ്രസന്റേഷൻ. ഓക്കെ മാം. ഓക്കെ, അശ്മി പറഞ്ഞതുപോലെ ഹസ്ബൻഡ് പറഞ്ഞു നീ സംഭവമാണല്ലോ കൊള്ളാലോ എന്ന്. അത് അശ്മിയുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞു ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും, എന്റെ അമ്മ കൊള്ളാലോ, ആള് മിടുക്കിയാണല്ലോ എന്ന് കുഞ്ഞു വിചാരിക്കുന്നുണ്ടാവും അല്ലെ? കാരണം ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ഇത് ചെയ്തത്. ഉള്ളിൽ കിടക്കുന്ന ആളും അതിനനുസരിച്ച് സന്തോഷിച്ചിട്ടുണ്ടാവും. സോ ഇനി ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ക്രിയേറ്റീവ് സൂപ്പർവിഷനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ടതായിട്ട് ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ടീച്ചിങ് മെത്തേഡില് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ തന്നെയാണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. ബാക്കിയുള്ളതിന്റെ പോസിറ്റീവ്സ് എടുത്തിട്ട്, അതായത് ഇപ്പൊ പ്രിവെന്റീവ് സൂപ്പർവിഷൻ ഉണ്ട്, കറക്റ്റീവ് സൂപ്പർവിഷൻ ഉണ്ട്, അതെല്ലാം നമുക്ക് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ചില സിറ്റുവേഷനിൽ ആവശ്യമായി വരും. പക്ഷെ ടീച്ചേഴ്സിന് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുന്ന രീതിയിലുള്ള ഒരു സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോത്ത് ടീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റിനും കുട്ടികളുടെ ഡെവലപ്മെന്റിനും ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു റേറ്റിംഗ് ഡെവലപ്മെന്റിനും നല്ലതായിരിക്കും. ഞാനൊന്ന് ഷെയർ ചെയ്യാം ടീച്ചറുടെ പോർഷൻസ്. ഇനി ആരും ഇല്ലല്ലോ, കഴിഞ്ഞില്ലേ? ഓക്കെ, ടൈപ്പ് ഓഫ് സൂപ്പർവിഷന്റെ ക്രിയേറ്റീവ് സൂപ്പർവിഷൻ ആണ്. അതിനകത്ത് ആ ഹെഡിങ്ങിൽ ആ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇടയ്ക്ക് ഒരു ടോപ്പിക് ഏറി കിടക്കുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നോ? സ്ക്രോൾ ചെയ്യാട്ടോ. ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഹെഡിങ് കൊടുത്തിട്ട് 5 സൂപ്പർവിഷന്റെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ? അതില് കറക്റ്റീവ് സൂപ്പർവിഷൻ ഒന്നാമതായിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ക്യൂരിയോസിറ്റി, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഈ ടോപ്പിക് കറക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയല്ല വരേണ്ടത്. ഇത് സൂപ്പർവിഷനെ കുറിച്ചിട്ടുള്ള ഒരു സൂപ്പർവൈസറുടെ ഒരു തോട്ട്സ്, ആക്ടിവിറ്റീസ് എങ്ങനെ പോകണം, പിന്നെ കാര്യങ്ങൾ വരുമ്പോൾ സൂപ്പർവൈസർ ക്യൂരിയസ് ആയിരിക്കണം. പിന്നെ ഓരോ കോntest വരുമ്പോ എങ്ങനെയായിരിക്കണം, അതിന്റെ എന്തെങ്കിലും കൺഫ്യൂഷൻസ്, ആ കാര്യങ്ങളാണ്. അത് പറയാം. ഈ ഒരു ടോപ്പിക് അതും ഈ ചേഞ്ചിങ് കൺസെപ്റ്റ്സ് ഇൻ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ് താഴെ എന്നൊരു ടോപ്പിക് കൊടുക്കുന്നുണ്ട്, മോഡേൺ സൂപ്പർവിഷൻ. ഇത് നമ്മുടെ ഈ ടൈപ്പ് ഓഫ് സൂപ്പർവിഷന്റെ ഓരോന്നും കഴിഞ്ഞിട്ട് ഈ ബി എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ 2 ആണ് വരേണ്ടത്, രണ്ടാമത്തെ സൂപ്പർവിഷൻ. പിന്നെ 3 ഇവിടെ കോയേഴ്സീവ് സൂപ്പർവിഷൻ, 4 കറക്റ്റീവ് സൂപ്പർവിഷൻ, 5 ക്ലിനിക്കൽ സൂപ്പർവിഷൻ. അങ്ങനെ പറഞ്ഞ് ഈ ടോപ്പിക് വരേണ്ടിയിരുന്നത് നമ്മളിവിടെ ഓരോ സൂപ്പർവിഷനെ കുറിച്ചിട്ടും നമ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ മുകളില്? ഇത് കഴിഞ്ഞ ഉടനെ കറക്റ്റീവ് സൂപ്പർവിഷൻ കഴിഞ്ഞ് 2, 3, 4, 5 എന്നും പറഞ്ഞിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ വരേണ്ടിയിരുന്നത്. പ്രിന്റ് ചെയ്തതിലോ അങ്ങനെ ടൈപ്പ് ചെയ്ത ഡേറ്റ എൻട്രി ചെയ്തപ്പോഴുള്ള ഒരു വ്യത്യാസമാണ്, അല്ലാതെ ടു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞല്ല താഴെ വരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയി? ഒന്നുകൂടെ പറഞ്ഞു. പറയാം. നമുക്ക് പേജിൽ കാണാലോ ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ പേജ് കാണുന്നില്ലേ?
5 points, ma'am. ഫൈവ് ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടോ? ഞാൻ ഷെയർ ചെയ്തേക്കുന്ന പേജിൽ കാണുന്നില്ലേ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട്? Yes, ma'am. അതിലെ ഫസ്റ്റ് വണ്ണിനെ കുറിച്ച് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. 1 എന്ന് പറഞ്ഞിട്ട് Okay. കറക്റ്റീവ് സൂപ്പർവിഷൻ. അത് കഴിഞ്ഞിട്ട് 2 എന്ന് പറഞ്ഞ നമ്മളുടെ പ്രിവെന്റീവ് സൂപ്പർവിഷന്റെ ആ ഒരു പാരഗ്രാഫാണ് വരേണ്ടത്. Okay, ma'am. മനസ്സിലായോ? എന്ന് പറഞ്ഞ് നമ്മുടെ ആ എല്ലാ സൂപ്പർവിഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് സൂപ്പർവൈസർ ചേഞ്ചിങ് കൺസെപ്റ്റ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ അടിയിൽ വരുന്നതാണ് 2 മുതൽ 7 വരെ. അതെ അതെ. മറ്റേ ഭാഗത്ത് ടൈപ്പ് ഓഫ് സൂപ്പർവിഷന്റെ അടിയിൽ കണ്ടിന്യൂ ആയിട്ട് വരുന്നതാണെന്ന്. അതെ. ആ പേജ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ എൻട്രി ചെയ്തപ്പോ ഒന്ന് മാറിപ്പോയതാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കും. എന്തെങ്കിലും ആരോ ഇട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നോട്ട് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന പേജ് നമ്പർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് വെട്ടാനൊന്നും പറ്റുന്നില്ലല്ലോ. പിന്നെ നമ്മൾ ഓൾറെഡി കറക്റ്റീവ് സൂപ്പർവിഷൻ, പ്രിവെന്റീവ് സൂപ്പർവിഷൻ, കൊയേഴ്സീവ് സൂപ്പർവിഷൻ, ക്രിയേറ്റീവ് സൂപ്പർവിഷൻ, ക്ലിനിക്കൽ സൂപ്പർവിഷൻ, ഈ 5 ടൈപ്പ് സൂപ്പർവിഷൻ ആണ്. ക്രിയേറ്റീവ് സൂപ്പർവിഷന്റെ അതിന്റെ ഒരു ഹൈലൈറ്റും ഇമ്പോർട്ടൻസും ആശ്വി നമുക്ക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നു. എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ മെറിറ്റ്സും അതുകൊണ്ട് ടീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൂപ്പർവിഷൻ ആണ് അവിടെ വരുന്നത്. കറക്റ്റീവ് സൂപ്പർവിഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫോൾട്ട് ഫൈൻഡിങ് ആണ്. കറക്റ്റ് ചെയ്യാം. ജസ്റ്റ് എന്തെങ്കിലും ഒരു എന്താ പറയാ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് പോലെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ പോസിറ്റീവ് സൈഡിൽ നിന്നുകൊണ്ട് കറക്റ്റ് ചെയ്യാം. അല്ലാതെ അവരെ മുൾമുനയിൽ നിർത്തിച്ചുകൊണ്ട് ടീച്ചർമാര് ചെയ്ത മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് അവരെ ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ളതല്ല. അല്ലാതെ തന്നെ അവരെ സപ്പോർട്ടീവായിട്ട് നടത്തുന്നതാണ് കറക്റ്റീവ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻസ്പെക്ടിങ് ഓഫീസർ ഉണ്ടാവും, അതായത് സൂപ്പർവൈസർ. അദ്ദേഹം അത് നോക്കി ഫോൾട്ടും മിസ്റ്റേക്സും എല്ലാം കണ്ടുപിടിച്ച് നല്ല രീതിയിലൊരു ടീച്ചിങ് മെത്തേഡ് കുട്ടികളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പോസ്റ്റ്ലേറ്റ് ചെയ്യുന്നു, മുന്നോട്ട് കൊണ്ടുവരുന്നു, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഒരു ഫോൾട്ട് ഫൈൻഡിങ് ആണ് ശരിക്കും കറക്റ്റീവ് സൂപ്പർവിഷനിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഒരു സ്കൂളില് സൂപ്പർവൈസർ ആയിട്ട് പ്രിൻസിപ്പൽ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷന്റെ ഹെഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ടീച്ചർ ആയിരിക്കാം സൂപ്പർവൈസർ ആയിട്ട് ആ ഒരു ടീച്ചർമാരെ. ഇപ്പോ ചില സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KG സെഷൻ ഉണ്ടാകും, LP സെഷൻ, UP സെഷൻ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ സെക്ഷനെയും ഒരു മേൽനോട്ടം എന്ന് പറഞ്ഞിട്ട് ഓരോ ടീച്ചർമാരുണ്ടാവും. ചിലപ്പോൾ അവരായിരിക്കും ആ ഒരു സെക്ഷന്റെ മാത്രം ഒരു സൂപ്പർവൈസർ പോലെ നിൽക്കുന്നത്. ഇത് ഈ പറയുന്ന സൂപ്പർവിഷൻ കൊയേഴ്സീവ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം നമുക്ക് എല്ലാ സൂപ്പർവിഷന്റെ ഒരു എഫക്റ്റ് നമുക്ക് സ്കൂൾ ആ സിസ്റ്റത്തിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ടീച്ചേഴ്സിന് മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അവർക്കൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്ന രീതിയിൽ, അവരെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സൂപ്പർവിഷൻ ആണ് ഒരു സ്കൂളിൽ ഏറ്റവും നല്ലത്. പിന്നെ ചില കാര്യങ്ങളിൽ കറക്റ്റീവ് മെത്തേഡ് ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ചില കാര്യങ്ങളിൽ ചിലപ്പോൾ പ്രിവെന്റീവ് മെത്തേഡ് ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ. പക്ഷെ എന്നാലും കൊയേഴ്സീവ് സൂപ്പർവിഷൻ പൊതുവെ യൂസ് ചെയ്യാറില്ല, പ്രത്യേകിച്ചും എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ. ഒരു കരച്ചിൽ ഇല്ല മാം, അത് മോന്റെ പണിയാണ്. ഫോൺ എടുത്ത് വെച്ചപ്പോ അതിന് ഓരോ തൊട്ട് കളിക്കാണ്. ശരി ശരി. കൊയേഴ്സീവ് എന്ന് പറയുന്നത് ചില ഓഫീസുകളിൽ, ചില സിംഗിൾ പേഴ്സൺ റൺ ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ്സോ അങ്ങനെയൊക്കെയുള്ള ചിലയിടങ്ങളിലാണ് കൊയേഴ്സീവ് സൂപ്പർവിഷൻ വരുന്നത്. അവിടെ ഭയങ്കര കമാൻഡിങ് ആയിരിക്കും അവിടെ കൂടുതൽ കൊയേഴ്സീവിൽ വരുന്നത്. ഒരു അതോറിറ്റേറിയൻ കൺസെപ്റ്റ് ആണ്. നമ്മൾ സൂപ്പർവിഷൻ തുടങ്ങിയപ്പോ പറഞ്ഞു, പണ്ട് കാലത്തായിരുന്നു ഓട്ടോക്രാറ്റിക്, അതോറിറ്റേറിയൻ, ഇല്ലോജിക്കൽ, ആ രീതിയിലുള്ള കൺസെപ്റ്റില് സൂപ്പർവിഷൻ വന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ അത് ഫ്രണ്ട്ലി മാനറായി എന്നുള്ളത് പറഞ്ഞു. ഇപ്പൊ ചില ബിസിനസ് ഇതില് അത് പ്രത്യേകിച്ചും ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകളിലേക്ക് ആകാനേ ചാൻസ് ഉണ്ട്. അവിടെ ഇതുപോലെ കൊയേഴ്സീവ് സൂപ്പർവിഷൻ ആ ഒരു രീതിയിലുള്ളതായിരിക്കും നടക്കുന്നത്. എപ്പോഴും ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ നമ്മൾ കറക്റ്റീവിലൊക്കെ ക്രിയേറ്റീവിലൊക്കെ പറഞ്ഞ പോലെ ഒരു പ്ലാറ്റ്ഫോം അവിടുത്തെ വർക്കേഴ്സ്, സ്കൂളാണെങ്കിൽ ടീച്ചർമാരാണ്, അങ്ങനെ ജോലിക്കാർക്ക് കിട്ടുന്നില്ല. അവരെപ്പോഴും മുകളിൽ നിന്ന് പറയുന്ന ആളുടെ ഓർഡർ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് കൊയേഴ്സീവ് സൂപ്പർവിഷൻ വരുന്നത്. ഇനി ക്ലിനിക്കൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്, സൂപ്പർവിഷന്റെ ടൈപ്സ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ആ എക്സ്ട്രാ അതിനകത്തേക്ക് കയറിപ്പോയ ടോപ്പിക്കിലേക്ക് പോവാന്ന് വിചാരിച്ചാട്ടോ. ക്ലിനിക്കൽ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിൻ ഇറ്റ്സ് ഫ്രം മെഡിക്കൽ സൈഡ്. ക്ലിനിക്കൽ സൂപ്പർവിഷൻ അതിനകത്ത് ആ ഒരു ഹിസ്റ്ററി ഉണ്ട് ക്ലിനിക്കൽ സൂപ്പർവിഷൻ.
ഗോഡാമർ ആൻഡ് കോഗൻ അവരാണ് ഈ ഒരു ക്ലിനിക്കൽ സൂപ്പർവിഷൻ മെഡിക്കൽ പ്രൊഫഷനിൽ നിന്നാണ് ഇത് ബോറോ ചെയ്തിരിക്കുന്നത്. കുറെ കാലഘട്ടം പഴക്കമുള്ള ഒരു സൂപ്പർവിഷൻ ആണ് ഇത്. ശരിക്കും ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് അല്ലെങ്കിൽ സ്കില്ലിനെ ഇപ്പൊ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഒക്കെ ഉണ്ടാവും. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ പല ഫീൽഡിലുള്ള ഡോക്ടേഴ്സ്, വലിയൊരു മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അവിടെ പല ഫങ്ഷൻസ് ഉണ്ടാകും അല്ലെ, പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും, അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകും, പഠിപ്പിക്കുന്നത് ഉണ്ടാകും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകും, സർജറിക്ക് ഒരു ഭാഗം, ICU, അങ്ങനെ ഹാർട്ടിന്, അങ്ങനെ ഓരോന്നിനും ഓരോ വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ ഏരിയയിലുള്ളവരുടെ നോളജും സ്കില്ലും ആ പ്രാക്ടീഷണേഴ്സിന്റെ നോളജും സ്കില്ലും ഇംപ്രൂവ് ചെയ്യുക. അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ അവരുടെ പെർഫോമൻസ് പെർഫെക്റ്റ് ആക്കുക, ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ഒരു ടീച്ചർക്ക് ഒരു കൊളീഗിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടുന്നു, ടീച്ചറുടെ പെർഫോമൻസ് അനുസരിച്ച് അവര് എന്താണോ അവർക്ക് ഇനി കൂടുതൽ ഇംപ്രൂവ് ആകാൻ വേണ്ടുന്നത് അത് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ക്രിയേറ്റീവ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. നല്ല രീതിയിൽ കുട്ടികൾക്ക് വിഷ്വൽ എഫക്റ്റ് ഒക്കെ കാണിച്ച് വിഷ്വൽ ഇമ്പാക്ട് നല്ല രീതിയിൽ വരുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ആ ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ ടീച്ചർക്ക് അങ്ങനെ പ്രസന്റേഷൻ ഉള്ള ഒരു സ്കില്ലായിരിക്കും അല്ലെ. ചില ടീച്ചർമാര് കുട്ടികളുടെ ഇടയിൽ ചില ആളുകൾ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസ്സിലൊക്കെ വരുന്ന ഒരു സാറുണ്ട്, ഞാൻ മറന്നുപോയി സാറിന്റെ പേര്. സാറിന്റെ മെയിൻ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കവിതകളാണ്. കവിതകളിലൂടെയാണ് അദ്ദേഹത്തിന് എന്താണോ തീം കൊടുക്കുന്നത് ആ തീമിനെ ബേസ് ചെയ്ത് കവിതയിലൂടെയാണ് കവിതയിലൂടെയും ചെറിയ ചെറിയ കഥാശകലങ്ങളിലൂടെയാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും രീതികൾ ഓരോ രീതിയാണ്. അപ്പൊ എന്താണോ അവർക്കുള്ള ആ ഒരു സ്ട്രെങ്ത് അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും ആണ് ക്ലിനിക്കൽ സൂപ്പർവിഷനിൽ നടക്കുന്നത്. ഓക്കെ, പിന്നെ വലിയ വലിയ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലാണ് കൂടുതലായിട്ടും ക്ലിനിക്കൽ സൂപ്പർവിഷൻ നടക്കുന്നത്. കാരണം മെഡിക്കൽ ഫീൽഡിൽ നിന്നാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആണല്ലേ, ഒറ്റ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒന്നും ആയിരിക്കില്ല, വളരെയധികം എക്സ്പേർട്ടുകളും പ്രാക്ടീഷണേഴ്സും ഉള്ള സ്ഥലമാണ്. അപ്പൊ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ സൈഡിൽ ഇങ്ങനെ ഒരു സൂപ്പർവിഷൻ ആ ഒരു രീതിയിൽ വരുന്നത്. അപ്പൊ അതിൽ നിന്നും അഡാപ്റ്റ് ചെയ്തത് കൊണ്ട് അത് വലിയ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറും അതിന്റെ ഫെസിലിറ്റീസും പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളും ധാരാളമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കാണ് ഈ ടൈപ്പ് സൂപ്പർവിഷൻ യൂസ് ചെയ്യുന്നത്. എല്ലാത്തിന്റെ ഉദ്ദേശം ബെറ്റർ ക്ലാസ് റൂം സക്സസ്, നല്ലൊരു ഔട്ട്കം വരണം, അതാണ് എല്ലാവരുടെയും ഉദ്ദേശം. ഇപ്പൊ ഗോഡാമർ ഇതിന് ഒരു 1969 ആ ഒരു സമയത്ത് അദ്ദേഹം ഇതിനെ ഒരു 5 സ്റ്റേജസ് ആയിട്ട് ഇതിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനകത്ത് ഈ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതിൽ പ്രോഗ്രാം എങ്ങനെ ഏതൊക്കെ സ്റ്റെപ്സിലൂടെ കണ്ടക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അദ്ദേഹം 5 സ്റ്റേജസ് പറയുന്നുണ്ട്. അതാണ് 5 സ്റ്റേജസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവേഷൻ, അനാലിസിസ്, സ്ട്രാറ്റജി പ്ലാനിങ്, കോൺഫറൻസ്, പോസ്റ്റ് കോൺഫറൻസ് അനാലിസിസ്. ജസ്റ്റ് ഒന്ന് നക്ഷലിൽ പറയുവാണെങ്കിൽ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഇവിടെ ടീച്ചർ, നമുക്ക് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് തന്നെ നോക്കാം, നമുക്ക് ക്ലിനിക്കൽ സെറ്റിംഗ്സ് ഇവിടെ ആവശ്യമില്ലല്ലോ. ഒരു ടീച്ചർ വർക്ക് ചെയ്യുന്നു, അതിനെ ഒബ്സർവ് ചെയ്യുന്നു, സൂപ്പർവൈസ് ഒബ്സർവ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നു. ടീച്ചറുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതും മനസ്സിലാക്കുന്നു. ടീച്ചർക്ക് എന്തെങ്കിലും ത്രെഡ്സ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ ടീച്ചർക്ക് അറിയാം, നോളജ് ഉണ്ട്, സ്കില്ലും ഉണ്ട്, പക്ഷെ കമ്മ്യൂണിക്കേഷൻ എത്രയൊന്ന് ലോ ആണെന്ന് വിചാരിച്ചു. അപ്പൊ ടീച്ചറുടെ അവിടുത്തെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടെക്നിക്കലി ഇപ്പം നമ്മുടെ അശ്മി ചെയ്തപ്പോ നമുക്ക് അശ്മിന്റെ ശബ്ദം നല്ല ക്ലിയർ ആയിരുന്നു. അശ്മിന്റെ വീഡിയോ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്തപ്പോ നമുക്ക് നല്ലപോലെ കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ ആശ്മി കുറെ സ്ലൈഡ്സ് നല്ലപോലെ പ്രസന്റേഷന് വേണ്ടിയിട്ട് പവർ പോയിന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. അശ്മിക്ക് നമ്മളത് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ടെക്നിക്കലി ഉണ്ടായിരുന്ന കുറച്ച് ബുദ്ധിമുട്ട് കാരണം അശ്മിക്ക് അത് കാണിക്കാൻ സാധിച്ചില്ല. അപ്പൊ അവിടുത്തെ ഒരു വീക്ക്നെസ് വന്നത് അതാണ്. ബാക്കിയെല്ലാം സ്ട്രെങ്ത് വൈസ് അപ്പായിരുന്നു. അവിടെ വന്നൊരു വീക്ക്നെസ് അതായിരുന്നു. ആ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു വീക്ക്നെസ് അതായിരുന്നു. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്ത് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് ആ ഒരു രീതിയിൽ, അതാണ് അനാലിസിസിൽ നടക്കുന്നത്. ഒരു അസസ് ചെയ്യുന്നു, വിലയിരുത്തുന്നു ടീച്ചറുടെ പെർഫോമൻസ് എങ്ങനെ, പ്രീവിയസ്ലി ആ ടീച്ചർ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രീവിയസ് ചെയ്ത പെർഫോമൻസും ഇപ്പോഴുള്ളതും തമ്മിൽ അനലൈസ് ചെയ്യുന്നു, അസസ് ചെയ്തു നോക്കുന്നു. ഇനി പുതിയ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്തെല്ലാം സ്ട്രാറ്റജി, അതിന്റെ പ്ലാനിങ്, അതാണ് നെക്സ്റ്റ് നടക്കുന്നത്. പിന്നെ സെഷൻ കണ്ടക്ട് ചെയ്യുന്നു.
ഒരു കോൺഫറൻസ് പോലെ സെഷൻ കണ്ടക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ആഫ്റ്റർ ദ കോൺഫറൻസ്, ആ ഒരു കോൺഫറൻസിന് ശേഷമുള്ള ഫോളോ അപ്പും അനാലിസിസുമാണ്. നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആരും സെമിനാർ ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ, അതിനെ എടുത്തു പോവാലോ അല്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത്ര മെയിൻ അല്ലാത്ത ടോപ്പിക്സ് കവർ ചെയ്ത് പോവാം. ഇതൊക്കെ നല്ല രസമുള്ള ടോപ്പിക്സ് ആണ്. സെമിനാർ എടുക്കുന്നതാണെങ്കിലും ഒക്കെ നല്ലതായിരിക്കും. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ബ്രീഫ് ചെയ്തതിനുള്ള നിർത്തിയിട്ട് അടുത്ത നമുക്ക് മിസ്സിംഗ് ആയി ഇടയ്ക്ക് വന്ന ടോപ്പിക് ജസ്റ്റ് കവർ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പറഞ്ഞോളൂ കേട്ടോ. ഇനി ഇല്ല, സോ നമുക്ക് ഇതിലേക്ക് ഇന്നലെ തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല ഈ 5 സ്റ്റേജസ്. സ്റ്റേജ് 1 ഒബ്സർവേഷൻ, അതായത് നമ്മൾ ഈ മെയിൻ ആയിട്ട് നമ്മളുടെ ഇതിനകത്ത് ഈ സ്റ്റെപ്സിൽ അല്ലെങ്കിൽ സ്റ്റേജസിൽ വരുന്നത് മെയിൻ ആയിട്ടും ഈ സ്റ്റേജസിൽ വരുന്നത് കോൺഫറൻസ് ആണ്. അതായത് നമ്മളത് ആക്ടിവിറ്റി നടത്തുന്നു, അതാണ് കോൺഫറൻസിൽ വരുന്നത്. അപ്പൊ ഈ കോൺഫറൻസിന് മുമ്പുള്ളതാണ് ഒബ്സർവേഷൻ. ടീച്ചർ എന്തെല്ലാം കാര്യങ്ങൾ ഡേറ്റാസ് ഒക്കെ അനലൈസ് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചു, അങ്ങനെയുള്ള രീതിയിൽ പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ഒരു ഒബ്സർവേഷൻ, അതാണ് ഫസ്റ്റ്. അവിടെ ടീച്ചേഴ്സ് ടാസ്ക്, ടീച്ചറും ഉണ്ട് സൂപ്പർവൈസറും ഉണ്ടല്ലേ. നമുക്കിവിടെ ക്ലിനിക്കൽ സൂപ്പർവിഷൻ ആയതുകൊണ്ടാണ് സൂപ്പർവൈസറെ ക്ലിനിക്കൽ സൂപ്പർവൈസർ എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. ടീച്ചറുടെ ജോലി അവിടെ ടീച്ചർ എടുക്കാൻ പോകുന്ന ലെസൺ അതിനെ പറ്റി എല്ലാം ഒന്ന് മനസ്സിലാക്കുന്നു അല്ലെ. നമ്മളിപ്പോ ഒരു സെമിനാർ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു മോക്ക് സെമിനാർ എടുത്ത് നോക്കും. നമ്മുടെ വീട്ടില് കുട്ടികൾ അല്ലെങ്കിൽ ആരാ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അവരുടെ മുന്നിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്കും. എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ശബ്ദം വേണോ, ഇത്ര സമയമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളെങ്കിൽ ആ സമയത്തിനുള്ള തീരുന്നുണ്ടോ എന്നുള്ള ടൈമറൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരോട് ടൈം നോക്കാൻ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ചെയ്തു നോക്കും അല്ലെ, ജസ്റ്റ് പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ അങ്ങനെ മെന്റലി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതെല്ലാം വരാൻ പോകുന്ന ഇതിനെ പറ്റി പറയുന്നു. ഇവിടെ ഒരു പക്ഷെ അതൊരു സൂപ്പർവൈസറുടെ മുമ്പിൽ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ പർപ്പസ് ഇതെല്ലാം നമ്മളിപ്പോ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അതിന്റെ പർപ്പസ് അത് കേട്ടിരിക്കുന്നവരുടെ ഒക്കെ അതിന്റെ ഉള്ളിലേക്ക് അത് എത്തണം, അവർക്കത് മനസ്സിലാകണം, അവരതിനെപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾക്കാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ലെസൺസ്. അപ്പൊ കുട്ടികൾക്ക് ആ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ടോ, മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കും. ഇനി സൂപ്പർവൈസറുടെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ടീച്ചർ ആ ഒരു ലെസൺ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. ആ ലെസണിനെ കുറിച്ച് ടീച്ചറുടെ മൈൻഡിൽ എന്തൊക്കെയുണ്ട്, ടീച്ചർ അത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യം അത് നമ്മൾ ആക്ച്വലായിട്ട് പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഒരു മോക്ക് പ്രോഗ്രാം അതാണ് അവിടെ നടക്കുന്നത്, പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ്. പിന്നെ ടീച്ചർ ഡേറ്റാസ് ഒക്കെ എടുക്കുമ്പോഴേക്കും ടീച്ചറോട് ചിലപ്പോൾ സൂപ്പർവൈസർക്ക് പറയാം, ഇതിനകത്ത് ഇത് ആഡ് ചെയ്യാം, ഇത് അത്ര റെലവെന്റ് ആയിട്ട് തോന്നുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റാം. പിന്നെ പലപ്പോഴും സ്റ്റുഡൻസിന്റെ ബിഹേവിയേഴ്സ് അവര് ഇൻട്രസ്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്, അതൊക്കെ അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ കൊടുക്കുന്ന ഡേറ്റ അതിനെ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതെല്ലാമാണ് ആ ഒരു സൂപ്പർവിഷനിലെ ഫസ്റ്റ് സ്റ്റേജായ കോൺഫറൻസിന് മുമ്പുള്ള ഒബ്സർവേഷൻ സ്റ്റേജിൽ വരുന്നത്. നെക്സ്റ്റ് ക്ലാസ് റൂം ഒബ്സർവേഷൻ. ആ സ്റ്റേജ് 1-ലെ ഒബ്സർവേഷനിൽ നമുക്ക് ഈ മോക്ക് നമ്മൾ ചെയ്യുന്നു. പിന്നെ ക്ലാസ് റൂമിലുള്ള ഒബ്സർവേഷൻ ടീച്ചർ അത് ഓൾറെഡി അത് പ്രൊവൈഡ് ചെയ്യുവാണ്. പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലാസ് റൂമിൽ അത് കാണിക്കും. അങ്ങനെ 2 രീതിയിൽ ഒബ്സർവേഷൻ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് മോക്ക് തന്നെ ചെയ്തിട്ട് നേരെ ക്ലാസ് കോൺഫറൻസ് ചെയ്യാം. അങ്ങനെയുള്ള എങ്ങനെയാണെന്ന് ചെയ്യാം. ക്ലാസ് റൂം ഒബ്സർവേഷൻ ടീച്ചർ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, സൂപ്പർവൈസർക്ക് അത് നോക്കാം. ഇത് തന്നെ ആ ഒരു സ്പോട്ടിലെ ലൈവായിട്ട് സൂപ്പർവൈസർക്ക് വെരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് പിന്നെ നോക്കിയിട്ട് ടീച്ചർക്ക് അതിനുള്ള ഫീഡ്ബാക്ക് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. ആ ലെസൺ എടുക്കുന്ന സമയത്ത് അതിന്റെ ആക്യുറസി, അത് എത്രത്തോളം ഔട്ട്കം വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറ്റ് ദ മൊമെന്റും ചെയ്യാം. അതിനുശേഷം കാരണം ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആകുമ്പോഴേക്കും ഒരു പക്ഷെ ആ സൂപ്പർവൈസർക്ക് അടുത്ത മൊമെന്റ് തന്നെ അത് നോക്കാനായിട്ട് പറ്റില്ല. അത് ഞാനൊന്ന് ആഡ് ചെയ്തതാണ് ഇതിനകത്ത്. അങ്ങനെ നടക്കാറുണ്ട്. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട്
പിന്നീട് സൂപ്പർവൈസർ അത് നോക്കി പിന്നെ അനലൈസ് ചെയ്ത് നെക്സ്റ്റ് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് കുട്ടികൾക്ക് ആ ടോപ്പിക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാം എന്നൊക്കെ പിന്നീട് പറയുന്നത് നെക്സ്റ്റ് പോസ്റ്റ് കോൺഫറൻസിലേക്കൊക്കെ വരുമ്പോഴാണ് പറയുന്നത്. ഓക്കെ, ഇനി ഡാറ്റ അനാലിസിസ് അതാണ് അടുത്തത്. ഡാറ്റ അനാലിസിസ് ആൻഡ് സ്ട്രാറ്റജി. കൊടുക്കുന്ന ഡേറ്റ ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ഓരോ ഇൻഫർമേഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സിമ്പിൾ കേട്ടോ, അതിനകത്ത് കൂടുതലായിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻസും അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊന്നും നമ്മളധികം എടുക്കേണ്ട കാര്യമില്ല. നമ്മളുടെ സ്കൂൾ വൈസ് നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും ഈ ഒരു സൂപ്പർവിഷൻ. ഇത് ക്ലിനിക്കൽ സൈഡിൽ നിന്നാണ് ഈ സൂപ്പർവിഷന്റെ മെയിൻ കാര്യങ്ങൾ പറയുന്നത്. കാരണം ക്ലിനിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ്. നമുക്കത് സിമ്പിൾ ആയിട്ട് ഒബ്സർവേഷൻ, അനാലിസിസ്, പിന്നെ കോൺഫറൻസ്, പോസ്റ്റ് കോൺഫറൻസ് ആ ഒരു രീതിയിൽ നമുക്ക് പോകാം. ക്ലിനിക്കൽ സൈഡിൽ നമുക്ക് അത്രയും വൈഡ് ആയിട്ട് ഡീപ്പൺ ആയിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ചെറുതാണല്ലോ, നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. കാര്യം നല്ലതാണ്. അനാലിസിസ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് നെക്സ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ, ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ ഡാറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ ടീച്ചർ എക്സിബിറ്റ് ടീച്ചർക്ക് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഇത് ഒന്നും കേട്ടിട്ടില്ല. കേൾക്കുന്നില്ല കേട്ടോ. അയ്യോ, അതെന്തോ എനിക്ക് റേഞ്ചിന് പ്രശ്നമൊന്നുമില്ലല്ലോ, ഫുൾ ആണല്ലോ. എല്ലാം സ്റ്റെക്കായി തീർന്നു. ആദ്യം തുടങ്ങി ഒന്നും കേട്ടിട്ടില്ല. ഇപ്പോഴും സ്റ്റക്ക് ആവുന്നുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യമായി കാണിക്കുന്നില്ല. ഇപ്പൊ മാമിനെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്, സ്റ്റക്ക് ഇല്ലാണ്ട് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇടയ്ക്ക് എന്തോ വൈഫൈയിൽ എന്തോ ഇത് വന്നതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് പറയാട്ടോ. മെഡിക്കൽ സൂപ്പർവിഷൻ ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. മെഡിക്കൽ സെറ്റിംഗ്സിൽ ചെയ്ത പോലെ അത്ര ഡീപ്പായിട്ട് നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഓൾറെഡി നമുക്ക് പല ടൈപ്പ് സൂപ്പർവിഷൻസ് ഓൾറെഡി ഉണ്ട്. എന്നാലും ക്ലിനിക്കൽ സൂപ്പർവിഷൻ, ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ക്ലിനിക്കൽ സൂപ്പർവിഷന്റെ പോസിറ്റീവ് സൈഡ് ഒന്നും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് 5 സ്റ്റേജസ് ഉണ്ട് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതിൽ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ മോക്ക് ലെവലിലും ചെയ്യും, ഒറിജിനൽ ലെവലിലും വരും ഒബ്സർവേഷൻ. അതാണ് പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസും പിന്നെ ക്ലാസ് റൂം ഒബ്സർവേഷനും. എക്സാമ്പിൾ, ടീച്ചർ ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു മോക്ക് ഡ്രിൽ എന്നൊക്കെ പറയണ പോലെ ആ ക്ലാസ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ മുന്നിൽ എടുത്ത് കാണിക്കും. സീനിയർ ടീച്ചർ ആണെങ്കിൽ സീനിയർ ടീച്ചറുടെ അടുത്ത് എടുത്ത് കാണിക്കും. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ, നമ്മൾ ആദ്യമായിട്ട് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ വീട്ടിൽ നമ്മളൊന്ന് പ്രസന്റ് ചെയ്ത് കാണിക്കൂലെ, അതുപോലെ തന്നെ. അപ്പൊ അതിലെന്തെങ്കിലും ക്ലാരിറ്റി വരുത്തുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നോക്കാം എത്ര ടൈം ഞാൻ എടുത്തു. ഇപ്പൊ 1 hour ക്ലാസ് ആണ്, നമ്മൾ അതൊരു 30 minutes കൊണ്ട് അതിന്റെ പ്രസന്റേഷൻ നമ്മൾ മോക്ക് ചെയ്ത് നോക്കിയപ്പോ തീർന്നു എന്ന് വിചാരിക്കാം. പിന്നെ ഒരു 30 minutes. മാം, പ്രീ ഒബ്സർവേഷൻ കേട്ടു, ക്ലാസ് റൂം ഒബ്സർവേഷൻ കേട്ടു, ഡാറ്റ അനാലിസിസിന്റെ പകുതി വെച്ചാണ് പോയത്. ഓക്കെ, അതാണോ വേണ്ടത്? ഓക്കെ, ശരി. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ആ ഒരു ഒബ്സർവേഷൻ നമ്മളൊക്കെ ചെയ്ത് നോക്കുന്ന കാര്യം തന്നെയാണ് അല്ലെ. ഓക്കെ, ഇനി ഡേറ്റ അനാലിസിസ് ആൻഡ് സ്ട്രാറ്റജി. ടീച്ചർ ഒരു പ്രസന്റേഷൻ നടത്തുന്ന സമയത്ത് അവർ ക്ലാസ് എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഡേറ്റയെ, അവർ കൊടുത്ത ഡേറ്റയെ നമുക്ക് അനലൈസ് ചെയ്യാം. ആ സമയത്ത് ടീച്ചറുടെ ഏത് സ്ട്രെങ്ത് ആണ് എൻഹാൻസ് ചെയ്ത് കണ്ടതെന്ന് നമുക്ക് നോക്കാം. അവരുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആയിരിക്കാം,
കാര്യങ്ങൾ ക്ലാരിറ്റിയോട് അതിന് ഓരോ എക്സാമ്പിൾ കണക്ട് ചെയ്ത് പറഞ്ഞതായിരിക്കാം. ചില പോസിറ്റീവ്സ് നമുക്ക് നോട്ട് ചെയ്യാം. ടീച്ചർ ആ ഒരു കാര്യത്തിൽ പോസിറ്റീവ് സൈഡ് കാണിച്ചു. അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് നെഗറ്റീവ് നോട്ട് ചെയ്യാം കേട്ടോ. എവിടെയെങ്കിലും ടീച്ചർക്ക് ഒരു വീക്ക്നെസ് വന്നോ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നോ, അത് ഏത് ഏരിയയിലാണെന്ന് നോക്കാം. കാരണം നമുക്കിത് നമ്മൾ ഈ അനാലിസിസ് ചെയ്യുന്ന എന്തിനാണ്? നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ അതിനെ വീണ്ടും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേറ്റ അനാലിസിസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോൺഫറൻസ് സെഷൻ. കോൺഫറൻസ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറും സൂപ്പർവൈസറും കൂടെ പിന്നെ ഇരിക്കുക. ക്ലാസ് എല്ലാം കഴിഞ്ഞു ടീച്ചറും സൂപ്പർവൈസറും കൂടെ ഇരിക്കുന്നു കോൺഫറൻസ് സെഷനിൽ. ആ ഒരു സെഷനിൽ ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. ടീച്ചറും ഫീഡ്ബാക്ക് പറയും. ആ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഇപ്പൊ കുട്ടികളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടും. ടീച്ചർക്ക് സ്വയം തോന്നും ഞാൻ കുറച്ചുകൂടെ അവിടെ ബെറ്റർ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇനി എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാമായിരുന്നു, ആ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറില്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ കുട്ടികൾക്ക് ഇങ്ങനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവുമായിരിക്കും, അങ്ങനെയൊക്കെ തോന്നും, ടീച്ചർക്ക് തോന്നും. സൂപ്പർവൈസറും മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു രണ്ടുപേരും തമ്മിലുള്ള ഒരു മീറ്റിംഗ്, അതാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. സൂപ്പർവൈസർ അത് ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കും. ഒരു ഹെൽപ്പിംഗ് പേഴ്സൺ ആണ് സൂപ്പർവൈസിംഗ് എങ്കിൽ മാത്രമാണ് ഈ ഒരു അതായത് സപ്പോർട്ട് ചെയ്യുന്ന, ഒരു ഗൈഡ് ചെയ്യുന്ന, ഒരു മെന്റർ അങ്ങനെ ആ രീതിയിലുള്ള ഒരാളാണെങ്കിൽ മാത്രമാണ് ടീച്ചർക്ക് അവിടെ നല്ലൊരു സ്പേസ് കിട്ടുള്ളൂ. ഈ കോൺഫറൻസ് നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. സൂപ്പർവൈസർ പറയുന്ന ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ സന്തോഷമായിരിക്കും അങ്ങനെയുള്ളവർക്ക്. അതേസമയം കമാൻഡ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺഫറൻസ് ആണ് നടക്കുന്നതെങ്കിൽ, ആ ഒരു രീതിയാണ് സൂപ്പർവൈസറുടെ ഭാഗത്തുനിന്ന് വരുന്നെങ്കിൽ പിന്നെ ടീച്ചർക്ക് മുന്നോട്ട് ഡെവലപ്പ് ആകാൻ പാടായിരിക്കും. ടീച്ചർ വീക്കായി പോവുകയുള്ളൂ. ടീച്ചറുടെ സ്ട്രെങ്ത് എൻഹാൻസ് ചെയ്യുകയും പ്രോപ്പർ ആയിട്ടുള്ള അപ്രീസിയേഷൻ ടീച്ചർക്ക് അവിടെ കിട്ടാതെ വരും അല്ലെ. ഇതെല്ലാമാണ് ആ ഒരു കാര്യത്തിൽ വരുന്നത്. കുറച്ച് എക്സാമ്പിൾ പോലെ മീൻസ് മെഡിക്കൽ ഫീൽഡ് ആയത് കാരണം അത് കൂടുതലായിട്ട് പറയുന്നുണ്ട്. പിന്നെ പോസ്റ്റ് കോൺഫറൻസ് അനാലിസിസ്. പോസ്റ്റ് കോൺഫറൻസ് അനാലിസിസിൽ ഈ ഒരു ആഫ്റ്റർ ഓൾ ദ ക്ലാസ്സസ് എല്ലാം കഴിയുമ്പോൾ ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്യും. എന്താ പറയുക, ഒബ്സർവേഷനെ കുറിച്ചും ഡേറ്റ അനാലിസിസ് ചെയ്തതിനെ കുറിച്ചും എല്ലാം ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്തിട്ട് അതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഒക്കെ വരുത്തിയതിനു ശേഷം എന്തെല്ലാം ഡേറ്റ ഇനി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഐഡിയ ഒക്കെ സൂപ്പർവൈസറുടെ കയ്യിൽ നിന്ന് കിട്ടും. കോൺഫറൻസിൽ ചിലപ്പോൾ സൂപ്പർവൈസറും ടീച്ചറും മാത്രമാവില്ല, ആ ഏരിയയുമായിട്ട് അല്ലെങ്കിൽ ആ മേഖലയുമായിട്ട് റിലേറ്റ് ചെയ്ത പല സ്റ്റാഫും കാണും. പോസ്റ്റ് കോൺഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ സൂപ്പർവൈസറും ടീച്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ ഒരു സെമിനാർ എടുത്തപ്പം, ആഷ്മി സെമിനാർ എടുത്തപ്പം നമ്മളെല്ലാരും ഉണ്ട് അല്ലെ. നിങ്ങൾ പേഴ്സണലി ആഷ്മിയോട് ചിലപ്പോ അതിന്റെ ആഷ്മിയുടെ സ്ട്രെങ്ത്തിനെ അപ്രീഷിയേറ്റ് ചെയ്ത രീതിയിൽ ചിലപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞു, പേഴ്സണലി പറയുമായിരിക്കും ഇനി എന്തെങ്കിലും അല്ലെ. ഞാനും പേഴ്സണലി ഇപ്പൊ എപ്പോഴെങ്കിലും വൈവ സമയത്തോ അങ്ങനെ ആഷ്മിയോട് പറയുമായിരിക്കും അന്നത്തെ സെമിനാറിൽ അത് നന്നായിരുന്നു, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ പറയായിരിക്കും. അതാണ് പോസ്റ്റ് കോൺഫറൻസ് അനാലിസിസ്. അവിടെ ഒരു പ്രൈവസി ഉണ്ട്. മറ്റേത് ഗ്രൂപ്പിൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നായിരുന്നു ആ സെമിനാറിന്റെ ഫീഡ്ബാക്കും സെമിനാറിന്റെ ഇൻബിറ്റ്വീൻ ഇന്ററാക്ഷനും എല്ലാം നടന്നല്ലേ, ഒരു കോൺഫറൻസ് പോലെയായിരുന്നു അത്. അതിന് ശേഷം ഇപ്പോ ക്ലാസ് കഴിയുമ്പോൾ അങ്കിത വിളിച്ച് അശ്മിയോട് പറയായിരിക്കും കൊള്ളായിരുന്നു, അങ്ങനെയായിരുന്നു, നല്ലപോലെ മനസ്സിലായി, ഇനി എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല, ലൈക്ക് ദാറ്റ് അങ്ങനെ പറയാം. കുറെ കാര്യങ്ങൾ മനസ്സിലായി, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി, അങ്ങനെ പറയാം. ഒറ്റയ്ക്ക് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് പോസ്റ്റ് കോൺഫറൻസ് അനാലിസിസ്. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽ സൂപ്പർവിഷനിലെ ആ സ്റ്റെപ്സ്, സ്ട്രാറ്റജീസ്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ടീച്ചിങ് സ്റ്റൈലില് നമുക്ക് ചേർക്കാൻ പറ്റുന്ന മെത്തേഡ് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ക്ലിനിക്കൽ സൂപ്പർവിഷനെ കുറിച്ചിട്ട് സൂപ്പർവിഷനിൽ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റീവ് സൂപ്പർവിഷൻ, ക്രിയേറ്റീവ് സൂപ്പർവിഷൻ, പ്രിവെന്റീവ് സൂപ്പർവിഷൻ, ഇതിന്റെ എല്ലാം പോസിറ്റീവ് സൈഡ്സ് കൂടുതലായിട്ടും ക്രിയേറ്റീവ് സൂപ്പർവിഷൻ ആണ് മിക്ക സ്കൂളുകളിൽ നടക്കുന്നത്, വരുന്നുണ്ട്. പിന്നെ കൊയേഴ്സീവ് സൂപ്പർവിഷൻ അങ്ങനെയില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു അതോറിറ്റേറിയൻ കൺസെപ്റ്റിലുള്ള സൂപ്പർവിഷൻ ഒരിക്കലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടക്കില്ല. കാരണം പരസ്പരം വളർത്തുന്ന രീതിയിലുള്ള ആ ഒരു മെത്തേഡാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏറ്റവും കൂടുതൽ ഔട്ട്കം കൊടുക്കുകയുള്ളൂ. തളർത്തുന്ന, നമ്മുടെ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള പിന്നെ പോയി മാം കേൾക്കുന്നില്ല, സ്റ്റക്ക് ആവുന്നുണ്ട്. ആണോ?
ഇറ്റ്സ് ഓക്കെ മാം. ഇനിയിപ്പോ ലാസ്റ്റ് പോർഷൻ കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ലാസ്റ്റ് ക്ലിനിക്കൽ ഭാഗം കുറച്ച് പോയിട്ടുള്ളൂ മാം. നല്ലത്. ഓക്കെ ഓക്കെ, അത് ഓക്കെ. അതിനെപ്പറ്റി ഓക്കെ. ബാക്കി ഇനി ആ ഇടയ്ക്ക് ഒരു ടോപ്പിക് കയറിയിട്ടുണ്ടല്ലോ സൂപ്പർവിഷന്റെ, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സെമിനാർ എടുക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ റെഡി ആയിട്ട് വന്നോളൂ, നോ പ്രോബ്ലം. ടൈമിനെ പറ്റി ഓർത്ത് നിങ്ങൾ ബോധർ ചെയ്യണ്ട കേട്ടോ. നമുക്ക് ടൈമുണ്ട്. നവംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും തീരണം എന്തായാലും. കാരണം 9-കാർക്ക് എക്സാം കൊടുക്കണമല്ലോ PG-യുടെ. മാക്സിമം നോക്ക്, ട്രൈ ചെയ്യാം. ഇന്നലെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അല്ലെ PG? ഇല്ല. നോ മാം. അവിടെ ഇതായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് നെറ്റ്വർക്ക് ഇഷ്യൂ. ഓക്കെ, അവിടെ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. ഇവിടെ ഇപ്പൊ എനിക്ക് ഇതെന്താണെന്ന് നോക്കണം. ഞാനിപ്പോ ക്ലാസ്സിന്റെ ഇൻബിറ്റ്വീൻ ഇത് ചെക്ക് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലാസ് ശരിയായിട്ട് പോവില്ല. ഒരു ട്രബിൾ ഷൂട്ടിംഗ് എന്തോ ചെയ്യുമ്പോൾ ശരിയാവും തോന്നുന്നു. എന്തോ ഈവനിങ് സെക്ഷൻ ഉണ്ടാവില്ലേ? എന്താ ഈവനിങ് സെഷൻ മനസ്സിലായില്ല. MT9-ന്റെ ഇന്നിന് ക്ലാസ്സോ? ഇന്നില്ല, ഇനി നെക്സ്റ്റ് എക്സാമിന് മുമ്പാണ് പറഞ്ഞത്. അതായത് PG എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടോന്നാണോ ചോദിച്ചേ? യെസ് മാം. PG എക്സാമിന് മുമ്പാണോ മെയിൻ എക്സാമിന് PG അല്ല മുമ്പാണോ? ചോദിച്ചത്. അല്ല മാം, MT9-ന്റെ റെഗുലർ ക്ലാസ്സിന്റെ ഉണ്ടാവില്ലേ? അപ്പൊ മാം പറഞ്ഞിട്ടുണ്ടായി ഇത് ചാപ്റ്റർ തീർന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുത്തു തരാന്ന്. അപ്പൊ നൈറ്റ് സെക്ഷൻ വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അത് അത് കഴിഞ്ഞു. ഇന്ന് രാവിലെ കൊണ്ട് ഞാൻ പോർഷൻ തീർത്തു. ഓക്കെ മാം. Ma'am, ബാക്കി revision class വെക്കാന്ന് ക്വസ്റ്റ്യൻസ്, പറഞ്ഞല്ലോ. റിവിഷൻസ് അതെല്ലാം ഇന്നായിരിക്കും എന്ന് വിചാരിച്ചു. മാം ഇന്നലെ എടുത്ത ക്ലാസ് MT9 ഇന്നലെ എടുത്ത ക്ലാസ്സിന് ഇന്ന് റെക്കോർഡ് കിട്ടൂലേ? ക്ലാസ് റെക്കോർഡിംഗ് ഉണ്ടാവുമായിരിക്കും, തരുമല്ലോ. നിങ്ങളുടെ ഡിപ്ലോമ PG-യുടെ കോമൺ പോർഷൻ ഇല്ലേ, അതായത് മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2. മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണല്ലോ, അത് കഴിഞ്ഞു. ഇനി യെസ് മാം, അതെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ എക്സാമിന് മുമ്പ് ഒരു റിവിഷൻ ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. അത് മോഡൽ എക്സാമിന് മുന്നേ ഇല്ലേ മാം? മോഡൽ എക്സാം ഇല്ലല്ലോ. ഏതാ ഈ മോഡൽ എക്സാം? അവളോട് കേക്കിന് മാത്രം മാം ടേം 2 തിങ്കളാഴ്ചയല്ലേ? എന്നാലും മാം വെറുതെ എന്തെങ്കിലും 2-3 ക്വസ്റ്റ്യൻ എങ്കിലും പറഞ്ഞുകൂടായിരുന്നു? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ആവശ്യമുണ്ടോ? ക്ലാസ് എടുക്കുമ്പോ പല ക്വസ്റ്റ്യനും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അതിനെ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ടേം എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് അങ്ങനെ റിവിഷൻ പോലെ ഇല്ല. ദാറ്റ് ഇസ് ജസ്റ്റ് ഫോർ പ്രാക്ടീസ്. നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയി എന്നുള്ളതിന്റെ ഒരു ഇതാണ്, നിങ്ങൾക്കറിയാനാണ് ടേം എക്സാം നടത്തുന്നത്. ചിലപ്പോ അത് ഇതുവരെയും അങ്ങനെ ആഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ എക്സാമിന് പേടിക്കേണ്ട, അതൊരു പ്രാക്ടീസ് ആണ്, മോഡൽ എക്സാം പോലെ. മെയിൻ എക്സാമിന് മുമ്പ് ഞാൻ ഒരു സെഷൻ വെക്കും. അത് നൈറ്റ് ആയിരിക്കും, ഈവനിങ് ആയിരിക്കും. ഇന്നില്ലേന്ന് ചോദിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഓൾറെഡി ഞാൻ 7:30 ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട്. അതൊരു സ്പെഷ്യൽ ബാച്ചിനാണ്, മണിപ്പൂരി കുട്ടികളുള്ള ഒരു ബാച്ച്. അവർക്കാണ് ഞാൻ ഇന്ന് 7:30 വെച്ചത്. നിങ്ങളോട് പറഞ്ഞു പോയോന്നൊക്കെയാണ് ആദ്യം ചിന്തിച്ചത്. മെയിൻ എക്സാമിന് മുമ്പ് നിങ്ങൾക്കൊരു റിവിഷൻ ക്ലാസ് ഉണ്ട്, അത് എല്ലാ ബാച്ചിനും കൊടുക്കുന്നതാണ് കേട്ടോ. അത് ഈവനിങ് ആയിരിക്കും. ഈവനിങ് മീൻസ് 7:30 അല്ലെങ്കിൽ 8 അങ്ങനെ. 7:30 ആയിരിക്കും. കാരണം ചിലപ്പോൾ 1 hour കൊണ്ടൊന്നും നമുക്ക് പറഞ്ഞു തീരാൻ പറ്റില്ല. അപ്പോൾ 7:30 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ ഫോക്കസ് ചെയ്യാം. പിന്നെ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോക്കുക, ശ്രദ്ധിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് നിങ്ങൾ എന്താ പറയാ ക്ലാസ് എത്രത്തോളം ഉൾക്കൊണ്ടു. കാരണം ക്ലാസ്സിൽ പലരുടെ റെസ്പോൺസ് കാണുമ്പോഴേ എനിക്കറിയാം എക്സാമിന് ഒട്ടും ബുദ്ധിമുട്ടില്ല എന്നുള്ളത്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.